ഹായ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇതിൻ്റെ രണ്ടാമത്തെ ഇൻട്രോ ആണ്. ഞാൻ ഫസ്റ്റ് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കർക്കിടക മാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ നമ്മുടെ കശ്മീരിൻ്റെ മൂന്നാമത്തെ ജന്മനാളാണ്. ബർത്ത്ഡേ അല്ല, ജന്മനാളാണ്. അപ്പോൾ സദ്യ ആക്കാമെന്ന് വിചാരിച്ചു. ബർത്ത്ഡേ ഉണ്ടെന്ന് സദ്യ ഒന്നും ആയിരിക്കുമല്ലോ കേട്ടോ. അപ്പോൾ സദ്യ ആക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിട്ട് ഇറങ്ങിയാണ്. സാധാരണ ഞാൻ രാത്രിയിലെല്ലാം ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ എനിക്ക് തീരെ വയ്യായിരുന്നു. ഭയങ്കര പുറം വേദന, കാലുവേദന, കൈവേദന. എനിക്ക് നിൽക്കാൻ വയ്യ. രാത്രി 1 മണി ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടും പറ്റായിരുന്നു. കിടന്നിട്ട് വെച്ചാൽ ഉറങ്ങി 2 മണിയായപ്പോഴാണ്. ഇപ്പോൾ 9 മണി കഴിഞ്ഞു. സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകും. ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് കാണും. എനിക്ക് അന്നദാനം കഴിഞ്ഞ 2 വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു കാശ്മീർ ബർത്ത്ഡേക്ക്. ഇപ്പോൾ എല്ലാ വർഷവും നടത്തണമെന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്തോന്നും എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും കറി പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഗോഗു എണീറ്റ് എന്തോന്ന് ആലോചിച്ചിട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അയ്യ, അപ്പോൾ ശരി, കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് കാണാം. എനിക്ക് ഇപ്പോഴും വയ്യ. എനിക്ക് ഭയങ്കര ഇങ്ങനെ കിടന്ന പനിക്ക് വല്ലതും ആണോ എന്ന് ഇങ്ങനെ ആലോചിക്കുക. പക്ഷെ പനിക്കോളൊന്നും ഇല്ല. നല്ല വേദനയുണ്ട്, ദേഹം മൊത്തം വേദനയുണ്ട്. നാട്ടിൽ വന്നൊരു തെറാപ്പിക്ക് പോകണം. തെറാപ്പി മീൻസ് ഇത് ആയുർവേദത്തിൻ്റെ. വയ്യ. വെയിറ്റ് കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. വെയിറ്റ് കുറച്ചില്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ അനുഭവിക്കേണ്ടത്. നിങ്ങൾ എന്നിട്ട് ഡ്രസ്സ് പോലും മാറിയിട്ടില്ലായിരുന്നു. അതേ കണക്കന്നെ കിടന്നു. എനിക്ക് ഒട്ടും വയ്യ. സംസാരിക്കുന്ന സമയം പോകും. ഇപ്പൊ തന്നെ സമയത്തില്ലേ. ശരി, എനിക്ക് പായ വീണോ? ഉറക്കം എണീച്ചോളൂ. സമയം ഒത്തിരിയായി. 12:30 അവരിപ്പോൾ എണീറ്റതേ ഉള്ളൂ. രാത്രി ഉറങ്ങത്തില്ല. അപ്പോൾ പിന്നെ പകലൊക്കെ ഉറങ്ങോട്ടെന്ന് വരുന്നു. ഓ ഷൂറാ. പരിപ്പിന് വേണ്ടിയിട്ട് ഞാൻ 9:30 ആയപ്പോഴത്തേനും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. ചോറ് വെച്ച്, അവിയൽ വെച്ച്, സാമ്പാർ ഇന്നലെ ഞാൻ വെച്ച് അതൊന്ന് തിളപ്പിച്ചാൽ മതി. പിന്നെ മോര് കാച്ചി, കിച്ചടി വെച്ച്, വേറെ എന്തെങ്കിലും ചെയ്ത് നല്ല പരിപ്പാവുന്നു, കൂട്ടുകറി വെച്ച്, ഒരുവിധം പനിയെല്ലാം കയറുന്നു. ഒരു തോരനും 2 തോരനാക്കിയാൽ മതി. ഇതിന് അരപ്പ് വിടണം. പരിപ്പ് ഞാൻ വറുത്തിട്ട് ഇട്ടത്. ഇന്നലെ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ എനിക്കിന്ന് ഇപ്പോൾ ഒത്തിരി സമയം കിട്ടിയാണ്. ഇന്നലെ വയ്യായിരുന്നു, ഇന്നും വയ്യ. എനിക്ക് ഇന്ന് ശരീരത്തിന് അത്ര ഒരു ഇത് പോരാ. 2 ഉറക്കം എണീറ്റ്. ഗോകുൽ എണീറ്റില്ല. ഗോകുലൊന്നും പോണില്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം കൊടുത്തോളൂ. അയ്യോ, ഞാൻ ഇതിനിടയ്ക്ക് ഒരു സ്മൂത്തി ആക്കി കുടിച്ചു. ഞാൻ വെച്ചിട്ട് 3 വീട്ടിൽ വെച്ചിട്ട് തുറന്നിട്ട് എഴുതില്ല. വറുത്തിട്ടിട്ടുള്ള മതിയല്ലെങ്കിൽ നെയ്യൂറിൻ്റെ അതിരുന്ന് വേവട്ടെ. ഇത് 6ാമത്തെ വയസ്സില. ഓ വരുന്നടിയേ. ഇതങ്ങ് കട്ട് ചെയ്യട്ടെ. ഇനി എന്താ, ക്യാബേജും കൂടി തോരനാക്കണം. ക്യാബേജ് ഫ്രിഡ്ജിരിക്കടുത്ത് ഞാൻ നടന്നുപോയി. ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഇനിയിപ്പോൾ കാശിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊടുക്കണ്ടായില്ല. നേരെ സദ്യയിലോട്ട് കിടക്കാം. ഒരു വാഴയില വാങ്ങണം. എന്തോ ഫോൺ വേണോ? ഫോൺ വേണോ? എന്ത് പറ്റി? ഓ, ഇവനൊന്ന് സെറ്റ് ആക്കട്ടെ. ഇല്ലെങ്കിൽ രാവിലെ മോശമായിട്ടല്ലേ. ബർത്ത്ഡേ ആയിട്ട് മോശമായിട്ട് ഉടുപ്പിക്കണ്ടല്ലേ. മമ്മി ഫേസ് വാഷ് ചെയ്തിട്ട് വരട്ടെ. ഫേസ് വാഷ് ചെയ്തിട്ട് വരാടെ. അപ്പൊ വരാടോ. എന്തുവാടോ താനിങ്ങനെ? തനിക്കൊരു സ്നേഹമില്ല എന്നോട്. നമ്മള് നാളെയും കൂടെ പാല് കുടിച്ച് നിർത്തുക. 3 വയസ്സായി. ബിഗ് ബോയ് ആയി അല്ലേ കാശി? ബിഗ് ബോയ് ആയില്ലേ? കാശിപ്പടിനെ സെറ്റാക്കി കുളിപ്പിക്കൊക്കെ ചെയ്തിട്ടൊക്കെ കാണാം. യാക്കെന്താ ആള് എണീറ്റിരിക്കുക കേട്ടോ. എന്തോ അങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ കുക്കിംഗ് കഴിഞ്ഞു. ഞാൻ വിചാരിച്ച് കാശിക്ക് പെട്ടെന്ന് സദ്യ കൊടുക്കാം. അപ്പം രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉടനെ രാവിലെ ഉച്ച കേട്ടോ താമസിച്ച്
ഇനിയിപ്പം അവരെ കുളിപ്പിച്ച് എനിക്ക് കുളിക്കണം, എന്നിട്ട് വിളക്ക് വെച്ച് ദൈവത്തിൻ്റെ തേക്കണം. നാട്ടിലായിരുന്നുണ്ടെങ്കിൽ കുറച്ച് രാവിലെയൊക്കെ എണീറ്റ് അമ്പലത്തിലേക്ക് പോയി സെറ്റായേനെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കയ്യിൽ തേങ്ങാക്കൊത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ പാത്രം കഴുകാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. ഞാൻ കുഴഞ്ഞ സത്യത്തിൽ. കഴിഞ്ഞ വർഷം അമ്മ ഉണ്ടായിരുന്നു, നമ്മുടെ ഹോട്ടലിൽ നിന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അന്നദാനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അന്നദാനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. അടുത്ത വർഷമാട്ടെ, ഇല്ലെങ്കിൽ ബർത്ത്ഡേ ഞാൻ കറിയൊക്കെ അധികം വെച്ചിട്ടുണ്ട്. ആ കൊച്ചു എണീറ്റാൽ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. അത് എണീറ്റില്ല. അത് ഉറങ്ങി 8 മണിക്കാൻ കണ്ട രാത്രി അവിടെ കൊണ്ട് പോയിരുന്നേ. വയ്യ, നല്ല ടയറാ. എനിക്ക് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി. പിള്ളേർ ഉറങ്ങാൻ ലേറ്റ് ആയപ്പോഴത്തേന് ഞാനും കിടന്നപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2-2:30 ഉണ്ടായി. ഇന്ന് രാവിലെ എണീക്കുകയും ചെയ്തു. 7 മണിക്ക് അലാറം വെച്ച് 7 മണി 7:30 ആക്കി. 7 8 മണിയാക്കി. 8 മണിയാകുമ്പോൾ പിന്നെ ഞാൻ 9 മണിക്ക് വെച്ച് 9 മണിയായപ്പോൾ എണീറ്റ്. എന്തമ്മാ അതെ, ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം കേട്ടോ. ബാ. ഹായ്, ഹലോ. ശിവ ഹായ് ഒക്കെ പറഞ്ഞു തുടങ്ങി കേട്ടോ. ഞാൻ ഫോൺ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാൻഡിലെടുത്ത് വെച്ചപ്പോഴത്തേന്. അപ്പോൾ എൻ്റെ കുക്കിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് പപ്പടം ഇപ്പോൾ കൊണ്ടുവന്നുള്ളൂ, പായസമൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നുള്ളൂ. പാല് മേടിച്ചില്ല. ഞാനത് വരുമ്പോഴാണ് ഈ പാല് കൊണ്ടുവരുന്നത്. പപ്പടവും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ബാക്കി സദ്യക്കുള്ള എല്ലാം കഴിഞ്ഞു. ഇവിടേക്കൊന്ന് വൃത്തിയാക്കിയതിന് ശിവമാരെ കുളിപ്പിച്ച് കാശിനെ സെറ്റാക്കിയിട്ട്. അയ്യോ ശിവ, ഇത് പപ്പ ഉടുപ്പ് വരി തരും. ചെല്ല്, ഉടുപ്പ് വരെ കുളിക്കാം. ശിവ ശരി ശരി. ഞാൻ ശിവാന്നും ഗോപു കാശി കേശു എന്ന് വിളിക്കുന്നത്. ചെല്ലേ, പപ്പ വരുത്തരും. മമ്മിയല്ല, പപ്പ എടുത്തല്ലേ. ആരെങ്കിലും നൂരിത്താറ് കാശിയുടെ മുണ്ട് അലമാരി. എനിക്കൊന്ന് കുളിക്കണം. കാശിതാ ഇവിടെ ഇവിടെ. അപ്പം എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഈ ഡ്രസ്സൊക്കെ എനിക്ക് ഇറുക്കമായി. പണ്ടൊക്കെ വണ്ണം വെക്കുന്നില്ല ഇപ്പൊ വണ്ണം വെക്കുന്നതായി. ഗോപ ആനന്ദ് വരൂല്ലേടാ? തിരിഞ്ഞു പപ്പടം കൂടെ വറുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ബാക്കിയല്ല, പായസം വെച്ചില്ല. പായസം നിന്ന് വെക്കാം, വൈകുന്നേരം വെക്കാം. പായസം കൊണ്ടൊന്നുള്ളൊരു അഴുക്കായാ? അഴുക്കായടാ? ഏടാ ഇങ്ങോട്ട് വാ, നീ അകത്തോട്ട് കയറ്. ഈ ഗോകുല് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് 3 എണ്ണത്തിന് നോക്കണം, ഇല്ലെങ്കിൽ ഈ 2 പേരെ നോക്കിയാൽ മതി. അയ്യോ ഒന്ന് എന്ത് ചെയ്യുന്നുണ്ടോ? ആ ഫ്രണ്ട് ഡോർ അടച്ചിട്ടേക്കാം. ഫ്രണ്ടില് ഡോർ തുറന്ന് ഇളയത് ഇറങ്ങി പോയിക്കളയും. അടച്ചേക്കുവാ. പപ്പടം വറുത്തിട്ട് കാറ്റ് കയറാതെ കിട്ടി വെക്കാം. വലിയ പാത്രം ഉണ്ട്, അതിനകത്തോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാലേ വീട്ടിലൊക്കെ പപ്പടം വറക്കുമ്പോൾ ഞങ്ങൾക്ക് കുഴി ഇട്ടിട്ട് വറക്കുന്നതാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. വറക്കുമ്പോൾ കുഴി ഇടുന്നതാണ്. എന്നാൽ പിന്നെ ഞാനായിട്ട് കുറയ്ക്കുന്ന
ഒരുപാട് പൊങ്ങി വരാണ്ടിരിക്കാനാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ വറക്കുമ്പോൾ ഒരുപാട് പൊങ്ങി വരില്ല. കൂടാനറിയില്ല, അതുകൊണ്ടാണ്. പപ്പടമൊക്കെ വറക്കണമെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ടാണ് കുക്കിംഗ് പഠിച്ചത്. പക്ഷെ പപ്പടം വറുത്തിട്ടില്ല, ഇപ്പോഴാണ് അവസരം കിട്ടുന്നത്. എടി ഇവിടെ നീ എന്തൊക്കെയാക്കിയെന്നറിയോ? പരിപ്പ്, പപ്പടം, പരിപ്പ്, സാമ്പാർ, മോര്, തോരൻ, കിച്ചടി, അവിയൽ, പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ, പേര് മറന്നു, കൂട്ടുകറി, പിന്നെ പുളിയിഞ്ചി കണ്ടു, കുറേ കറികളാക്കി. കഴിഞ്ഞ വർഷം കാശിയുടെ ബർത്ത്ഡേക്ക് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ പണിയില്ലായിരുന്നു, എല്ലാം അമ്മ തന്നെയായിരുന്നു ചെയ്തത്. മെയ് മാസം ലാസ്റ്റ് വരുമായിരിക്കും. അമ്മ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറേ പണികളൊക്കെ കുറയും കേട്ടോ. നാട്ടിലാണ് നാളെ ദേവിയുടെ ബർത്ത്ഡേ, അനിയത്തിയുടെ ബർത്ത്ഡേ നാളെ. അപ്പം അവള് വിളിച്ചോണ്ടിരിക്കുന്നു, നാട്ടിലോട്ട് വരുന്നില്ലേ, പിള്ളേരെ കാണാൻ തോന്നുന്നു, വാ. എന്നുവെച്ചാൽ ശിവയുടെയൊക്കെ വളർന്ന സമയത്ത് ആ എടുത്തുകൊണ്ട് നടക്കുന്ന ടൈമിലല്ല ഞങ്ങളിനി പോരുന്നത്. അതുകൊണ്ടിട്ട് എല്ലാവർക്കും വിഷമം. കാണാൻ പറ്റിയില്ലല്ലോ, വളരുന്ന കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേ. ഒരു പാക്കറ്റ് അങ്ങ് വറക്കാം, ഒരു പാക്കറ്റ് പിന്നെ എന്തിനെങ്കിലും എടുക്കാം. ഇന്നലെ അവളെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി വരും ചോദിക്കും പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾ വരുന്നില്ലേ? പോകണം, അടുത്ത മാസമൊക്കെ ആകുമ്പോൾ പോകണം. അടുത്ത മാസമല്ല, ഒരു കല്യാണമുണ്ട്, എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ കല്യാണവും ഇളയാളുടെ നിശ്ചയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആരാടാ? അമ്മയാണോ? ഗൂഗിൾ അമ്മ വിളിച്ചാൽ എടുക്കാൻ പറ്റില്ല, കണ്ടില്ല. ഞാൻ പിന്നെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഒരു തിരക്കിലായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം സമാധാനമായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ കഴിഞ്ഞു. ഇനി ഞാൻ സദ്യ വിളമ്പിയിട്ടൊക്കെ കാണാട്ടാ. ഞാൻ വാരി കൊടുക്കാം. മമ്മി വാരി തരട്ടെ? എന്നെ എടുക്കണ്ട, കൈ മാത്രം എടുത്താൽ മതി കേട്ടോ. അങ്ങനെ പറയല്ലേ. കാട്ടിയ കാച്ചിന്റെ ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ബേബി കൊണ്ടുവരട്ടെ? ബേബി കൊണ്ടുവരും. ബേബി കഴിക്കുവേ, കാച്ചി കഴിക്കണ്ട, ബേബി കഴിക്കും. കളിച്ചു തരട്ടെ. എന്നെ എടുക്കണ്ട. കാച്ചി ചോറ് കഴിക്കുക. കാച്ചി അങ്ങനെ കാശി ബേബിന്റെ മൂന്നാമത്തെ അയ്യോടാ ഇരുന്നിരുന്നിരുന്ന് ഉറങ്ങിപ്പോയി. പാല് കുടിച്ചിരുന്ന് ഉറങ്ങിപ്പോയി പാവം. പിടിച്ച് നേരെ കിടത്തട്ടെ. അപ്പം ശരി, ഇന്നത്തെ കണ്ടോ കുഞ്ഞിരുന്ന് ഉറങ്ങുന്നു. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഗോകും ആനന്ദമൊക്കെ കഴിച്ചിട്ട് ഷോപ്പിലോട്ട് പോയി. ശിവനെ കിടത്തി ഉറക്കട്ടെ. കാശിക്ക് ഉറക്കം വരുന്നെന്ന് തോന്നുന്നു. രാത്രി നേരെ ചൊവ്വ ഉറങ്ങാത്തോണ്ട് കേട്ടോ. ഇനിയിപ്പം എപ്പോൾ ഉറങ്ങും? ഇപ്പം സമയം എന്താണെന്ന് അറിയാമോ? 5:30 കഴിഞ്ഞു.
ഇച്ചിരി നേരം കിടത്തി ഉറക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഷോപ്പിലോട്ട് പോകുന്നില്ല, കുഞ്ഞ് വല്ലാണ്ട് കിടക്കണം. അപ്പോൾ ശരി, ടാറ്റ.